ഹലോ, ഞാൻ ഇന്നൊരു കുഞ്ഞൊരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ കണ്ടോ, ഒരു RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡാണ് ചെവിയിലിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലൊരു RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, എല്ലാ ബ്രാൻഡുകളുടെ RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡിനല്ല, ചില ബ്രാൻഡുകളുടെ RIC ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് നോക്കുമ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ അല്ലേ ഹിയറിംഗ് എയ്ഡ് അല്ലേ? പക്ഷേ ഇതിന് താഴോട്ടൊരു സ്ട്രിങ് ഇങ്ങനെ കാണാൻ പറ്റും. അതെന്താണെന്ന് അറിയാമോ? ഈ സ്ട്രിങ് കൊണ്ട് ആക്ച്വലി 2 ഉപയോഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, അതിനകത്തൊന്ന് ഹിയറിംഗ് എയ്ഡ് നമ്മുടെ ചെവിയിലോട്ട് വെച്ചതിന് ശേഷം ഈ വയറിനെ റിട്ടൻഷൻ വയർ എന്ന് പറയും. വിച്ച് മീൻസ് ഹിയറിംഗ് എയ്ഡ് ഈ നമ്മുടെ ചെവിയിൽ വെച്ചതിന് ശേഷം ഈ ബുഷ് ചെവിയുടെ പുറത്തോട്ട് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ? ഈ ഒരു സ്ട്രിങ് നമുക്ക് ചെവിയുടെ അകത്തോട്ട് തന്നെ ഇങ്ങനെ വളച്ചു വെക്കാൻ പറ്റും. ചെവിയുടെ അകത്തോട്ട് നമുക്കിങ്ങനെ വളച്ചു വെക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇതൊരു ലോക്ക് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ബുഷ് പുറത്തോട്ട് ചാടില്ല. അപ്പോൾ ഈ ഒരു വയറിന് പറയുന്നത് റിട്ടൻഷൻ വയർ എന്നാണ്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹിയറിംഗ് എയ്ഡ് ചെവിയിലോട്ട് നമ്മൾ വച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് അമർത്തുമ്പോൾ പുഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ വയറിൻ്റെ അറ്റത്ത് അമർത്തരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിസീവർ ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓൾവേസ് ഇങ്ങനെ ഒരു റിട്ടൻഷൻ വയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റിട്ടൻഷൻ വയറിന്റെ തൊട്ട് താഴെയായിട്ട് വിരൽ വെച്ച് പുഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചില ഓഡിയോളജിസ്റ്റ് ഈ ഒരു റിട്ടൻഷൻ വയർ നിങ്ങൾക്ക് ഇട്ട് തരാറില്ല. ചില ഓഡിയോളജിസ്റ്റ് ആ ഒരു റിട്ടൻഷൻ വയർ ഇട്ട് തന്നാലും അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാറില്ലായിരിക്കും. ചില ഓഡിയൻസ് ആ റിട്ടൻഷൻ വയർ ഇട്ട് കൊടുത്താലും പേഷ്യൻസ് പറയാതെ അത് കട്ട് ചെയ്ത് കളഞ്ഞേക്കാൻ പറയും. പക്ഷെ എന്താണ് ഈ ഒരു വയറിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ, ഒന്ന്, നമ്മൾ ചെവിയുടെ അകത്തോട്ട് ഇത് അമർത്തുമ്പോൾ ഈ ഒരു റിസീവറിന്റെ അറ്റത്ത് അമർത്താണ്ട് ഈ ഒരു വയറിന്റെ തൊട്ട് മുകളിലായിട്ട് അമർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ദാറ്റ് റിസീവറിന് വേറെ പ്രശ്നങ്ങളോ ഫിസിക്കൽ ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. ആൻഡ് ഓൾസോ ഈ ഒരു ഹിയറിംഗ് എയ്ഡ് ചെവിയുടെ പുറത്തോട്ട് ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ലോക്കായിട്ട് കണ്ടോ ഇങ്ങനെ വളച്ച് നമുക്ക് അകത്തോട്ട് വയ്ക്കാൻ പറ്റും. ഒരു ലോക്കായിട്ട് ആക്ട് ചെയ്യും. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്.